ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള അഴീക്കോട് ശ്രീ പാലോട്ട് കാവിലാണ്. ഈ കാവിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ഈ കാവിലെ തെയ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഈ വീഡിയോയിൽ പെടുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ദേവാനന്ദൻ ചേട്ടനോട് ചോദിക്കാം. ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തെ ഇതുണ്ട്. ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തെയാണ് ഉള്ളത്. പിന്നെ അതിന് തെളിവായിട്ട് ക്ഷേത്രത്തിലെ 1000 വർഷം മുമ്പേ കൊല്ലവർഷം 32-ാം ആണ്ടിൽ അഴീക്കലിൽ നിന്ന് ദേശവാസികൾ ഈ ഭഗവാന് വിളക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലവർഷം 32-ാം ആണ്ട് എന്നുള്ളത്. ഈ ക്ഷേത്രം പാലോട്ടാവുകളിൽ ആരുടെ ക്ഷേത്രമായത്. 6 പാലോട്ടാവുകളുണ്ട്. അഴീക്കോട്, കീച്ചേരി, അതിയടം, തെക്കുംപാട്, നീലേശ്വരം. ഇതെല്ലാം പാലോട്ടാവോടെ ആരുടെയാണ് ഈ പാലോട്ടാവ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ പ്രഥമാവതാരമായ മത്സ്യാവതാരം. ആ ഭഗവാൻ കോലത്ത് നാട്ടിലേക്ക് വന്ന കഥ. ഇത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പ്രഥമാവതാരമായ മത്സ്യാവതാര ക്ഷേത്രത്തിൻ്റെ മൂർത്തി കൊലസ്വരൂപം. അപ്പോൾ അഴീക്കൽ വെച്ചാണ് ഈ ഭഗവാനെ കിട്ടുന്നത്. ഇത് 3 പേര് കൂടി അഴീക്കലിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ വീശിയ വലയിൽ മത്സ്യത്തിന് പകരം വലിയൊരു രത്നമല്ല മുക്തമായ കിരീടം, ഒരു കിരീടമാണ് ഇവിടെ കിട്ടുന്നത്. അതായത് മത്സ്യത്തിന് പകരം കിട്ടിയത്. ആ കിരീടം അവരെ രാജിവെച്ച് അന്വേഷിച്ചപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു കോലത്തുനാട്ടിലേക്ക് എഴുന്നള്ളി കണ്ടു. അങ്ങനെ ചിറക്കൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്.